ഹലോ, ഇന്ന് നമ്മളൊരു കെപ്രാവൻ DC നമ്മുടെ ഒരു കറവ വിട്ട പശുവിന് കയറ്റിയിടാനായിട്ട് പോവാണ്. അതിന്റെ ഡ്രൈ പീരീഡ് ആണ്. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കെപ്രാവൻ DC എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാമെമറി ആന്റിബയോട്ടിക് ആണ്. അപ്പോൾ അതെന്തിനാണ് കയറ്റിയിടുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പശുക്കൾക്ക് ചെറിയ അകിടുനീരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കറവയ്ക്ക് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ അത് പ്രസവിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ അകിടുനീരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കെപ്രാവൻ DC കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെയൊക്കെ തടയും. എപ്പോഴാണ് കെപ്രാവൻ DC കയറ്റിയിടേണ്ടതെന്ന് ചോദിച്ചാൽ, അടുത്ത പ്രസവത്തിന് ഒരു 60 ദിവസം മുമ്പ് നമുക്ക് കെപ്രാവൻ DC കയറ്റിയിടാം. അതേപോലെ തന്നെ കെപ്രാവൻ DCയുടെ മറ്റൊരു പ്രത്യേകത, ചെറിയ എന്തെങ്കിലും അകിടിൻ്റെ അകത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇത് കയറ്റിയിടുന്നതോടെ പരിഹരിക്കപ്പെടും. പൂർണ്ണമായിട്ടും പാല് അകിടിൽ നിന്ന് വറ്റിയിട്ട് വേണം നമ്മളത് കയറ്റിയിടാൻ. കയറ്റിയിടുന്ന സമയത്ത് അകിടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഒരു ട്യൂബ് ഒരു കാമ്പിലെന്നുള്ള കണക്കിൽ കയറ്റിയിടണം. ചിലരാണ് ഒരു ട്യൂബ് വാങ്ങിച്ചിരുന്നു, ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ ഒരു ട്യൂബ് വാങ്ങിച്ചിട്ട് 4 കാമ്പിലൂടെ കയറ്റിയിടുന്ന പരിപാടിയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊരു ട്യൂബ് ഒരു ടീത്തിലെന്നുള്ള രീതിയിൽ കയറ്റിയിടാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് പശുവിന് കയറ്റിയിടുന്നതൊന്ന് നോക്കാം. മറിക്ക് 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 മറിക്ക്. അടുത്ത കാമ്പ് സെയിം തന്നെ അങ്ങനെയും കയറ്റി വിടുക. മരുന്ന് കയറ്റി ഇടുക. മരുന്ന് കയറ്റി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് മേലേക്ക് കയറ്റി വിടുക. ഇപ്പൊ നമ്മളിത് 4 കയറ്റിയിട്ടുണ്ട്. ഇത് 4ഉം ഇതുപോലെ നിങ്ങളുടെ പശുക്കൾക്കും നിങ്ങൾക്ക് കയറ്റണമെങ്കിൽ നിങ്ങളുടെ വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അതേപോലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുകയോ കമന്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം.